ശരിക്കും സൂപ്പറായേ. ഫ്രണ്ട്, കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാ ശരിക്കും സൂപ്പറാവും. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാ നീ അടങ്ങിയിരിക്കോ? ഇല്ലല്ലോ, ചെയ്തു. ഇതെന്റെ പ്രിയാന്റി തന്ന ലിപ്സ്റ്റിക്കാ. പ്രിയാന്റിയുടെ കയ്യില് കൊറേ കളറുണ്ട്. ഫ്രണ്ട്, എനിക്ക് റെഡും പിങ്കും മാത്രമേ ഇഷ്ടമുള്ളൂ. ഫ്രണ്ട്, നീ ഇങ്ങനെ ആക്ക്. എടി കാന്താരി, നീ എന്നോട് കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ കാണാനാ? ഫ്രണ്ട്, കണ്ണ് ഓപ്പൺ ചെയ്യട്ടെ? ഇങ്ങനെ. എങ്ങനെ? ഇപ്പോഴാ ഒന്നും കൂടെ സൂപ്പറായ ഫ്രണ്ട്. ഫ്രണ്ട്, ഞാനും കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് നോക്കട്ടെ? അല്ലെങ്കിൽ സീതമ്മ വന്നാ ലിപ്സ്റ്റിക് ഇടാനൊന്നും സമ്മതിക്കില്ല. ആ ശരി, ഇട്ടോ. എങ്ങനെയുണ്ട് ഫ്രണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. സിഹി, എന്താ ചെയ്യുന്നേ? സീതമ്മ, നീ പോയി റെസ്റ്റ് ചെയ്യ്. പോ. എത്രയെന്ന് പറഞ്ഞ റെസ്റ്റ് എടുക്ക. ഇനി ഇവിടെ ബാക്കിയുള്ള ജോലിയൊക്കെ നിങ്ങൾ രണ്ടാളും കൂടെ ചെയ്തു തീർക്കുവോ? എന്താ രണ്ടുപേരും സംസാരിക്കാതെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നേ? ഓ, എന്നോട് മിണ്ടില്ലേ? റാം, നീ റാം, ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഓ സീതാരാമ. എന്താ രസമുണ്ടോ എന്നെ കാണാൻ? എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. ലിപ്സ്റ്റിക്. ഓ, ഐ ആം സോ പ്രിറ്റി. ആ, നിനക്ക് വേണ്ടത്ര എടുത്തോ. താനിപ്പോ സെൽഫി എടുക്കാം. ഇറ്റ്സ് ഓക്കേ. എന്താണ് നീ അവളുടെ കൂടെ ചേർന്നിങ്ങനെ കുട്ടിക്കളി കളിക്കുന്നത്? എന്താണോ നന്നായിട്ടില്ലേ മേക്കപ്പ്? താൻ വെറുതെ കളിയാക്കാതെ അല്ലേ സിഹി? മമ്മിക്ക് കൊടുത്താലോ? കൊടുക്ക്. വേണ്ട വേണ്ട. താങ്ക്സ് റാം. എന്തിന്? നീ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ അവൾ ഒറ്റയ്ക്കാവുമായിരുന്നു. ഞാനും ഓഫീസിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരില്ലായിരുന്നു. ഇവളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനിടയിൽ ഒരു 100 വട്ടം അമ്മ അമ്മ എന്ന് വിളിച്ചു വന്നേനെ. ഭാഗ്യം, ഇപ്രാവശ്യമെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാത്തതിന് സമാധാനമുണ്ട്. പക്ഷെ താൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സാലറി അഡ്വാൻസ് താൻ വേണ്ടെന്ന് പറഞ്ഞു. എന്താ റീസൺ എന്ന് പോലും പറഞ്ഞില്ല. വീട് റാം, അതിനെ പറ്റിയൊക്കെ എന്തിനാ? അങ്ങനെയല്ല, എന്തിനാന്ന് ചോദിച്ചാ എനിക്കത് കേൾക്കണം, അത്രേ ഉള്ളൂ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല. വിടാൻ പറഞ്ഞില്ലേ റാം? നീ ബോസിനോട് സംസാരിച്ചു, പണം കിട്ടാൻ ശ്രമിച്ചു, നിന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ നീ ചെയ്തു. അതവിടെ തീർന്നു, നീ വിട്. കേട്ടിട്ടില്ലേ, ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്ക് പൈസ ഇടപാടുകൾ പാടില്ലെന്ന്. അഥവാ വന്നാ ഫ്രണ്ട്ഷിപ്പിനെ നശിപ്പിക്കും അത്. ഇനി അങ്ങനെ സംഭവിക്കരുത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്ക് ജോലിയോ മറ്റിടപാടുകളോ ഒന്നും മിക്സ് ചെയ്യാൻ നിൽക്കണ്ട. All right. As you said, hope you're feeling better now. കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു സ്ട്രോങ് കോഫി തരട്ടെ? You feel much better. വേണ്ട, ഇറ്റ്സ് ഓക്കെ. Don't worry, കിച്ചൺ ഞാൻ വൃത്തിയാക്കില്ല. സീതമ്മ, എന്റെ ഫ്രണ്ടിന് എല്ലാം അറിയാം, പക്ഷെ സ്റ്റൗ ഓണാക്കാൻ മാത്രം അറിയില്ല. Friend. Friend.
ഇനി കണ്ടോ ഞാൻ എത്ര കറക്റ്റ് ആയിട്ടാ സ്റ്റൗ എത്തിക്കാൻ പോകുന്നതെന്ന്. 1 2 3. സോറി, 1 more. ഫ്രണ്ട്, എന്താ പടക്കം പൊട്ടിക്കുന്ന പോലെയാണോ സ്റ്റൗ ഓൺ ചെയ്യണേ? അതല്ല, ടെക്നിക്കൽ ഇഷ്യൂ. ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ കത്തിക്കുന്നത്, പക്ഷെ അത് ഓൺ ആവുന്നില്ല. ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. മിസ് ഹോംവർക്ക് ചെയ്തിരുന്നു. ഹോംവർക്ക് ഞങ്ങൾ വീട്ടിൽ വെച്ച് മറന്നുപോയി എന്ന് ഞങ്ങളുടെ സ്കൂളില് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് അഭിനയിക്കാറുണ്ട്. ഇങ്ങതാ. ഓക്കെ ബോസ്. ഫ്രണ്ട്, നീ ലൈറ്റർ എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല ഫ്രണ്ട്. മോസ്റ്റ്ലി ലൈറ്റർ കേടായെന്നാ എനിക്ക് തോന്നുന്നത്. അയ്യോ രാമ, ഗ്യാസ് തീർന്നെന്ന് തോന്നുന്നല്ലോ. ഇന്ന് തന്നെ വേണമായിരുന്നു ഇത്. അയ്യോ, ഗ്യാസ് തീർന്നെന്നോ? ഗ്യാസ് എങ്ങനെയാ തീരുന്നേ? എങ്ങനെ തീർന്നെന്ന് ചോദിച്ചാ തീരാതെ അങ്ങനെ തന്നെ ഇരിക്കൂ. ഓ, ഇതിന്റെ കണക്ഷൻ എവിടുന്നാണോ? കാലിയായതാ. ഓ, ഇങ്ങനെ കുലുക്കി നോക്കി അറിയാൻ പറ്റുമോ? നീ എന്താടാ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന പോലെ പെരുമാറുന്നത്? കുറച്ചൊരു സിലിണ്ടർ ഉണ്ടാവും, അതൊന്നെടുത്ത് തരൂ പ്ലീസ്. ഷുവർ. ഫ്രണ്ട്, വാ ഇവിടെ. ഈ സിലിണ്ടർ അവിടെ വെച്ചിട്ട് ആ സിലിണ്ടർ ഇവിടെ കൊണ്ടുവരണം. ഓക്കെ. നിനക്കിതൊക്കെ കണക്ട് ചെയ്യാനൊക്കെ അറിയാമോ? അതൊന്നും വേണ്ട. നിന്റെ ഫ്രണ്ട് ഏതോ അന്യഗ്രഹ ജീവിയ, ഇതൊന്നും ചെയ്ത് ശീലം ഉണ്ടാവില്ല. ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിടില്ലേ, അത് നോക്കണ പോലെ നോക്കുന്ന എന്തിനാ? സത്യമായിട്ട് നിനക്കതൊന്നും ചെയ്യാൻ അറിയില്ലേ? എനിക്കെല്ലാം ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ അറിയാം. ഞാൻ നോക്കിയതല്ലേ. ഓഹോ, ശരിയായില്ലേ? ഒറ്റയ്ക്കാണുള്ളതെന്ന് പറഞ്ഞു, ഭക്ഷണമൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കാറെന്നും പറഞ്ഞു. സിലിണ്ടർ ചേഞ്ച് ചെയ്യാൻ അറിയില്ലല്ലോ. എന്നിട്ട് ഇനി ജോലിക്കാരെങ്കിലും വെച്ചിട്ടുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ ഗ്യാസ് പൈപ്പിലാ വരുന്നത്, ഓട്ടോമാറ്റിക്. സോ സെൻട്രലൈസ്ഡ്, യു നോ. ഗ്യാസ് പൈപ്പിലൂടെ വരുവോ? അപ്പോ ടാപ്പിൽ നിന്നൊക്കെ വെള്ളം വരില്ലേ, അതുപോലെയാണോ? എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റുമോ? ഫ്രണ്ട്, എനിക്കും അതൊന്ന് കാണിച്ചു തരണേ. അതൊക്കെ നമുക്ക് കാണാം. ഫ്രണ്ട്, കോഫി ഇട്ടല്ലോ. വേണ്ട, ഞാൻ തന്നെ ഉണ്ടായിക്കോളാം. അതൊന്നും വേണ്ട. തനിക്ക് പനിയായതുകൊണ്ടല്ലേ ഞാൻ വന്നത്. അപ്പൊ പിന്നെ തന്നെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പറ്റുമോ? അത് നടക്കില്ല. താൻ എന്തായാലും പോയി റെസ്റ്റ് എടുക്കാൻ, ഞാൻ കോഫി ആയിട്ട് വരാം. സാരമില്ല ഫ്രണ്ട്. സീതമ്മ, നീ ഇങ്ങോട്ട് വന്നേ. നീ പോയി റെസ്റ്റ് എടുത്തോ. എന്റെ ഫ്രണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കും. റെസ്റ്റ് എടുത്തോ. ഓഫീസിൽ നിന്ന് ഇനി ഹെൽപ്പ് ഒന്നും കിട്ടില്ല എന്നറിഞ്ഞിട്ടും, ഞാൻ തന്റെ വീടിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടും നീ എനിക്ക് ഇതുവരെ ഒരു ഫോൺ ചെയ്തില്ലല്ലോ സീതാ മാഡം. തെറ്റല്ലേ? ഈ RP നീ എത്ര നിസ്സാരക്കാരനാക്കിയാൽ എങ്ങനാ? നീ എന്റെ കൂടെ ഇരിക്കുമ്പോൾ മാത്രം സമാധാനം കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. ആ വലിയ സൂചി 9-ലെത്തുമ്പോഴേക്കും നമുക്ക് ഡ്രോയിങ് തീർക്കണേ. ഓക്കെ ഫ്രണ്ട്. ഞാനിപ്പോഴേ ഫ്രണ്ട് അല്ല, മാം. ഓക്കെ മാം.
സോറി മാം. നിനക്ക് കിട്ടിയതില് നീ ചെയ്തോ, എനിക്ക് കിട്ടിയതില് ഞാൻ ചെയ്തോളാം. ഓക്കെ. മാം കഴിഞ്ഞു. എന്റേതും കഴിഞ്ഞു. എന്റേത് എപ്പോഴേ കഴിഞ്ഞു. ഓ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഞാൻ ഇതിന് 5 സ്റ്റാർസ് തരുന്നു. ഉപ്പുമാവിനും 5 സ്റ്റാർ, ഡ്രോയിങ്ങിനും 5 സ്റ്റാർ. താങ്ക് യു സോ മച്ച് മാം. എന്തുകൊണ്ടെന്ന് അറിയോ? എന്താ? 5 സ്റ്റാർസ് കാരണം നീ എന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റാ, അതുകൊണ്ടാ. നീ എന്റെ ഫേവറേറ്റ് ടീച്ചർ അല്ലേ? അതിനാ. നൈസ്. യാ തന്നെ. അതെന്താ അത്? എന്റെ സൈന് സിഹി എസ്. എസ്. എന്റെ പേര് സിഹി എസ്. നിന്റെ ഫുൾ നെയിം എന്താ? രാംദേശ്. രാമെന്ന് മാത്രമേ ഉള്ളൂ. റാംന്ന് മാത്രമേ ഉള്ളോ ഫ്രണ്ട്? നിന്റെ പേരിന്റെ കൂടെ വേറെ ഒന്നുമില്ലേ? എനിക്കും ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്. അപ്പൊ ഞാൻ സീതാമ്മയുടെ പേരും കൂടെ ചേർത്തു. എസ് എന്ന് വെച്ചാ സീത. നിന്റെ അമ്മയുടെ പേരെന്താ? വാണി. അങ്ങനെയാണെങ്കിൽ നിന്റെ പേര് റാം വി. വി എന്ന് വെച്ചാ വെരി ഗുഡ് ബോയ്. താങ്ക് യു സോ മച്ച്. യു ആർ ദ ബെസ്റ്റ്. സീതാമ്മയ്ക്ക് ഡിസ്റ്റർബ് ആവണ്ടെന്ന് വിചാരിച്ച് സൈലന്റ് ആക്കി വെച്ചു. ആ ലോയർ രുദ്രപ്രതാപ് എന്തിനാ ഇത്രയും തവണ കോൾ ചെയ്യുന്നേ? And then what did the crow do? So he started flying again to find some water. Luckily, he finds the bottle of water, which was half filled. But unfortunately, because of his long beak, he still couldn't reach the water bottle. So what did he do? He started collecting some stones and he started putting inside the bottle. After putting the stones, the water came up. Crow started drinking the water and he flew happily. എങ്ങനെയുണ്ട് ഫ്രണ്ട്? നീ സൂപ്പർ ആയിട്ട് കഥ പറയുന്നുണ്ട്. ആണോ? ഫ്രണ്ട്, നീ എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നാകുമായിരുന്നു. എന്ന് വെച്ചാ ഞാൻ ഇനി 1ാം ക്ലാസ് മുതൽ പഠിക്കണമെന്നാണോ? അയ്യോ, അങ്ങനെയല്ല ഫ്രണ്ട്. ഞങ്ങളുടെ സ്കൂളിലേക്ക് നീ ടീച്ചറായിട്ട് വാ. അവിടെ എല്ലാ സ്റ്റുഡൻസിനും നിന്നെ ഇഷ്ടാവും. അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ എത്രയും ഭാഗ്യമുള്ള വേറെ ആരും ഉണ്ടാവില്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? സമയം കഴിഞ്ഞു പോയില്ലേ. അയ്യോ, എന്തു പറ്റി? ടൈം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. സന്ധ്യ ആയില്ലേ ഫ്രണ്ട്? എന്താ? എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ദീപം തെളിക്കാനുണ്ട്. മുത്തശ്ശി എല്ലാ ദിവസവും വൈകുന്നേരം ദീപം തെളിച്ചു വെക്കാറുണ്ട്. മുത്തശ്ശി എന്നെയും വിളിക്കാറുണ്ടല്ലോ. മുത്തശ്ശി കല്യാണത്തിന് പോയതാ. സീതാമ്മയ്ക്ക് സുഖമില്ലല്ലോ. ഇപ്പൊ നമ്മൾ തന്നെ ദീപം തെളിക്കണം. ഫ്രണ്ട്, കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വരാം. ഓക്കെ. ജം. നീ ദീപം തെളിക്കോ? ഞാനോ? നീ തന്നെ. ദീപം തെളിക്കാൻ വളരെ ഈസിയാ ഫ്രണ്ട്. ഇതെടുത്ത് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതെടുത്തിട്ട് ദീപം തെളിക്കണം.
ഹാർട്ടിനെ ഹാർട്ട് ഇമേജ് ഇടാൻ പാടില്ല. ഫയറില്ലേ, ഫയറിന്റെ ഇമോജി ഇടണ്ടേ? എടാ നീ എന്താണ് അവിടെ ചെയ്യുന്നേ? എന്താണ് നിനക്ക് ഇവിടെ പണി? ഡാഡി, നിങ്ങൾക്ക് ഇമോജി ഒക്കെ അയക്കാൻ അറിയോ? ഓ പോടാ, പോയി ഹോംവർക്ക് ചെയ്യണം. പോയി ഹോംവർക്ക് ചെയ്യണം. എന്റെ ഹോംവർക്ക് ഒക്കെ സാധന മേമ ചെയ്തു തന്നോളൂ. അനി, എന്താ അനി, നിന്റെ ഹോംവർക്ക് ഒക്കെ ഞാനാണോ ചെയ്യണ്ടേ? ഇന്ന നിന്റെ ഹോംവർക്ക് നീ തന്നെ ചെയ്തോ. പോ. കൊള്ളത്തെമ്മാടി, നിന്റെ ഹോംവർക്ക് സാധനമേമ കൊണ്ടാണ് ജയിക്കുന്നത്. താങ്കളെ പോലെ തന്നെ കുരുത്തം കിട്ടവൻ. സാധന, ആ അച്ഛാ. റാം ഇതുവരെ എത്തിയില്ലേ? ഇല്ലല്ലോ അച്ഛാ, ഇതുവരെ വന്നിട്ടില്ല. മുത്തശ്ശ, ഡാഡി എന്ത് ഇമോജി അയച്ചെന്നറിയോ? ഹേയ്, ഡാ, പോയി ഹോംവർക്ക് ചെയ്യണം. പോടാ, ഹേയ്. പോയി ഹോംവർക്ക് ഹേയ്, പോടാ. എന്തിനാ നിങ്ങൾ അവനിങ്ങനെ പിടിച്ചടിക്കുന്നേ? മോൻ ചെല്ല്, പോയി ഹോംവർക്ക് ചെയ്ത്. ചുമ്മാ ഇപ്പോഴും കുട്ടി ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണോ? അച്ഛാ, അപ്പു ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. സാധന, നേരത്തെ ഫോൺ വന്നിരുന്നില്ലേ അപ്പു ഓഫീസിലേക്ക് എത്തിയിട്ടില്ല എന്നും പറഞ്ഞ്? അതെ അതെ അതെ. ഇതുവരെ അവനിങ്ങനെ ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും എമർജൻസി ആണോ എന്തോ? എന്ത് എമർജൻസി ഉണ്ടാവാനാ? ഒന്ന് ഫോൺ ചെയ്ത് നോക്കുക, അപ്പൊ അറിയാലോ. എവിടെ പോയതായിരിക്കും? ആഹാ, ഇവള് തന്നെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് സ്വയം ആസ്വദിക്കുകയാണല്ലോ. അതെ അച്ഛാ, രാം എന്തെങ്കിലും മീറ്റിങ്ങിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ പോയതാവും. ഓഫീസിലെ കാര്യമാകുമ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവൻ വന്നോളൂന്നേ. ഏയ്, എന്താ ഇത്ര കെയർലെസ് ആയിട്ട് സംസാരിക്കുന്നത്? ഇത്ര നേരമായിട്ട് തീരാത്ത മീറ്റിംഗ് ഉണ്ടോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് വല്ലതും ആണെങ്കിൽ നേരം വൈകുമെന്ന് അവനൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? താങ്ക് യു സോ മച്ച് ഫ്രണ്ട്. എന്തിനാ? ഒരുപാട് സന്തോഷമായി അതിന്. ദൈവത്തിന്റെ പേര് പറഞ്ഞ മനസ്സിൽ സന്തോഷം ഉണ്ടാവുന്ന മുത്തശ്ശി പറഞ്ഞത്. എന്തുകൊണ്ടാന്ന് അറിയോ? എന്താ? എന്തുകൊണ്ടെന്ന് വെച്ചാ ദൈവം വളരെ നല്ലവനാ. നല്ല കാര്യം ചെയ്താ നമുക്ക് സന്തോഷം ഉണ്ടാവും. കറക്റ്റ് ഫ്രണ്ട്. ദൈവത്തിന്റെ അടുത്ത് ചോദിക്കുന്ന എല്ലാം ഒന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് എന്താണോ നല്ലത് അത് മാത്രമേ തരൂ. അമ്മോ, ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞു തന്നെ? എനിക്ക് തന്നെ അറിയാം. ഓ, നിനക്ക് എല്ലാം അറിയാം? മുത്തശ്ശി പറയുമല്ലോ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് അതിനേക്കാൾ സ്പെഷ്യൽ ആയിട്ടുള്ളത് തരുമെന്നാ. അപ്പൊ നീ എന്ത് വേണമെന്നാ പറഞ്ഞേ? സ്കൂൾ പിക്നിക്കിന് പോണമെന്ന് കരുതിയതാ, പക്ഷെ അതിന് കഴിഞ്ഞില്ല. അതിന് പകരമായി നിനക്ക് എന്താ സ്പെഷ്യലായി കിട്ടിയേ? നിന്നെ